വെൽക്കം ടു വൺസ്. ഇന്ന് നമ്മൾ KTU ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മെഷർമെൻറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ EET 203 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. കോഴ്സ് കോഡ് EET 203 3 hours എക്സാമാണ്. മെഷർമെൻറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഡിസംബർ 2021 2019 സ്കീമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. മൊഡ്യൂൾ 5 ആണ്. മൊഡ്യൂൾ 5 ട്രാൻസ്ഡ്യൂസേഴ്സ്, ഓസിലോസ്കോപ്പ്, ഡിജിറ്റൽ വോൾട്ട്മീറ്റർ ആൻഡ് ഫ്രീക്വൻസി മീറ്റേഴ്സ്, ഫേസ് മെഷർമെൻറ്റ് യൂണിറ്റ്, പിന്നെ ഇൻട്രൊഡക്ഷൻ ടു വിർച്വൽ ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റം, ഇതെല്ലാമാണ് സിലബസിൽ മൊഡ്യൂൾ 5 വരുന്നത്. നമുക്ക് പാർട്ട് എ ക്വസ്റ്റ്യൻസ് നോക്കാം. പാർട്ട് എയിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് 3 മാർക്സിൻ്റെ, 9th ക്വസ്റ്റിനും 10th ക്വസ്റ്റിനും. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഫ്ലോ മീറ്റർ ആൻഡ് എക്സ്പ്ലെയിൻ എനി 3 ടൈപ്സ് ഓഫ് ഓസിലോസ്കോപ്പ് പ്രോബ്സ്. ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് എയിൽ വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റിന് 3 മാർക്കാണ്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഫ്ലോ മീറ്റർ. അപ്പോൾ എന്തായിരിക്കും? ഫ്ലോ മെഷർ ചെയ്യാനാണ്. അപ്പോൾ എന്തിൻ്റെ ഫ്ലോ ആണ്? ഇറ്റ് ഇസ് പെർട്ടിക്കുലർലി സൂട്ടബിൾ ഫോർ ഫ്ലോ മെഷർമെൻറ്റ് ഓഫ് സ്ലറീസ്, സ്ലഡ്ജ് ഓർ എനി ഇലക്ട്രിക്കലി കണ്ടക്റ്റിംഗ് ലിക്വിഡ്. ഇലക്ട്രിക്കലി കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള ലിക്വിഡിൻ്റെ ഫ്ലോ ആണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ആ ഇലക്ട്രിക്കലി കണ്ടക്റ്റിംഗ് ലിക്വിഡ് ഏത് വഴിയായിരിക്കും പോകുന്നത്? ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ ആയിരിക്കും പോകുന്നത്. നമുക്ക് നോക്കാം. It consists of a pair of insulated electrodes buried flush in the opposite sides of a non-conducting non-magnetic pipe. അപ്പോൾ പൈപ്പ് എങ്ങനെയായിരിക്കണം? ഈ സ്ലറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കലി കണ്ടക്റ്റിംഗ് ലിക്വിഡ് ആണെങ്കിലും അത് ഫ്ലോ ചെയ്യുന്ന പൈപ്പ് എങ്ങനെയാണ്? നോൺ കണ്ടക്റ്റിംഗ് ആൻഡ് നോൺ മാഗ്നറ്റിക് പൈപ്പാണ്. അതിൻ്റെ ഫ്ലോ ആണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. ഏതിൻ്റെ? കണ്ടക്റ്റിംഗ് ലിക്വിഡിൻ്റെ ഫ്ലോ ആണ് മെഷർ ചെയ്യേണ്ടത്. അത് പോകുന്ന പൈപ്പാണ് നോൺ കണ്ടക്റ്റിക്കും നോൺ മാഗ്നറ്റിക്കും. ഇനി ദ പൈപ്പ് ഈസ് സറൗണ്ടഡ് ബൈ ആൻ ഇലക്ട്രോമാഗ്നറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു വിട്ടൊരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യണം നമുക്ക് ആ പൈപ്പിൽ, ആ ഫ്ലോയിന്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? പൈപ്പിന് എന്ത് ചെയ്യും? നമ്മളൊരു ഇലക്ട്രോമാഗ്നറ്റ് പ്രൊവൈഡ് ചെയ്യും, വിച്ച് പ്രൊഡ്യൂസസ് എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇപ്പോൾ എന്തായി? ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഒരു കണ്ടക്ടർ മൂവ് ചെയ്യുകയാണ്. എവിടെയാണ്? മാഗ്നറ്റിക് ഫീൽഡിൽ. അതാണ് ഈ പറഞ്ഞിട്ട് ദ അറേഞ്ച്മെൻറ്റ് ഈസ് അനലോഗസ് ടു കണ്ടക്ടർ മൂവിങ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. കണ്ടക്ടർ എന്താണ്? ആ കണ്ടക്റ്റിംഗ് ലിക്വിഡ്. ആ ലിക്വിഡ് മൂവ് ചെയ്യുകയാണ്. എവിടെയാണ് മൂവ് ചെയ്യുന്നത്? ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ. ദർഫോർ എ വോൾട്ടേജ് ഇസ് ഇൻഡ്യൂസ്ഡ് അക്രോസ് ദ ഇലക്ട്രോഡ്. അപ്പോൾ എന്ത് കിട്ടും? കണ്ടക്ടർ മൂവ് ചെയ്യുകയാണ്. മാഗ്നറ്റിക് ഫീൽഡിൽ കണ്ടക്ടർ മൂവ് ചെയ്യുമ്പോൾ അവിടെ ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും. അതിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. E=BLV. B എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ്, L ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ, V വെലോസിറ്റി ഓഫ് കണ്ടക്ടർ. നമുക്ക് ഈ വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. വെലോസിറ്റി ഓഫ് കണ്ടക്ടർ, ലെങ്ത് ആൻഡ് B ഫ്ലക്സ് ഡെൻസിറ്റി. അസ്യൂമിങ് എ കോൺസ്റ്റന്റ് മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വെച്ച് പ്രൊവൈഡ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആണ്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വോൾട്ടേജ് അപ്പിയറിംഗ് അക്രോസ് ദ ഇലക്ട്രോഡ് വിൽ ബി. അപ്പോൾ എന്താ? B കോൺസ്റ്റന്റ് ആണ്. നമ്മൾ എടുക്കുന്ന ലെങ്ത് കോൺസ്റ്റന്റ് ആണെങ്കിൽ പിന്നെ എന്തിനായിരിക്കും ആ വോൾട്ടേജ് പ്രൊപ്പോർഷണൽ? വെലോസിറ്റിക്ക് ആയിരിക്കും പ്രൊപ്പോർഷണൽ. എന്താ? വോൾട്ടേജ് അപ്പിയറിംഗ് അക്രോസ് ദ ഇലക്ട്രോഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി. Non-conducting pipe has to be used as the output voltage gets short circuited if മെറ്റാലിക് പൈപ്പ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിലോ എന്താണ്? കണ്ടക്റ്റിംഗ് ലിക്വിഡ് തന്നെയാണ്. അപ്പോഴത്തേക്കും അവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട് പോലെ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടണമെന്നില്ല. ദിസ് ഈസ് ട്രൂ വെൻ ലിക്വിഡ്സ് ഓഫ് ലോ കണ്ടക്ടിവിറ്റി ആർ ബീയിങ് മെഷേർഡ്. ലോ കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യുകയാണെങ്കിലും ഇതേ കണ്ടീഷൻ തന്നെ ആയിരിക്കും. അതായത് കണ്ടക്റ്റീവ് ആയിട്ടുള്ള ലിക്വിഡ് ആയിരിക്കണം അതിൽ. ബട്ട് വെൻ ലിക്വിഡ്സ് ഓഫ് ഹൈ കണ്ടക്ടിവിറ്റി ആർ മെഷേർഡ് ദ ഷോർട്ട് സർക്യൂട്ടിംഗ് ഹാസ് നോ എഫക്റ്റ്. ഈ ഷോർട്ട് സർക്യൂട്ടിങ്ങിന് എഫക്റ്റ് ഇല്ലാത്തത് എപ്പോഴാണ്? ഹൈ കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള ലിക്വിഡ് ഫ്ലോ ചെയ്യുമ്പോഴാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്സ് ക്യാൻ ബി ദെൻ യൂസ്. ദ വോൾട്ടേജ് പ്രൊഡ്യൂസ്ഡ് ആർ സ്മോൾ സ്പെഷ്യലി അറ്റ് ലോ ഫ്ലൂയിഡ് റേറ്റ്സ്. വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തിന് പ്രൊപ്പോർഷനാന്ന് പറഞ്ഞു? വെലോസിറ്റിക്ക് പ്രൊപ്പോർഷനാന്ന് പറഞ്ഞു. വോൾട്ടേജ് = BL ആണ്. BU L കോൺസ്റ്റന്റ് ആയത് കാരണം ഇസ് പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ആണ്. അപ്പോൾ ലോ ഫ്ലൂയിഡ് റേറ്റ് ആണെങ്കിൽ വോൾട്ടേജ് എങ്ങനെയായിരിക്കും? സ്മോൾ ആയിരിക്കും. ദർഫോർ ഫ്ലോ മീറ്റർ റിലൈസ് ഗ്രേറ്റ്ലി ഓൺ ഹൈ ഗെയിൻ ആംപ്ലിഫയർ ടു കൺവേർട്ട് ദി ഇൻഡ്യൂസ്ഡ്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളുടെ വോൾട്ടേജ് കുറവാണെങ്കിൽ ആ വോൾട്ടേജിനെ കൂട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഓപ്പാംസ്, ഹൈ ഗെയിൻ ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യും. ഇതാണ് അതിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം. ഇത്രയും എഴുതി കഴിഞ്ഞാൽ ഒരു 3 മാർക്സിനുള്ളത് ആയി. ഓക്കെ. ഇനി അടുത്തത് അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും ആണ്. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ എന്താ? ഫ്ലോ ഇൻ പൈപ്സ് ഓഫ് എനി സൈസ് പ്രൊവൈഡഡ്. പവർഫുൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സൈസിലുള്ള പൈപ്പിനും പറ്റും. മേജർ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലൂയിഡ് ഹാൻഡ്ലിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ ആ ഫ്ലൂയിഡിൻ്റെ ഫ്ലോയിനെ ഒബ്സ്ട്രക്ഷൻ ചെയ്യുന്നില്ല. ഫ്ലോ മീറ്റർ ദർ ഇസ് നോ ഒബ്സ്ട്രക്ഷൻ ടു ദ ഫ്ലോ
ആ ഫ്ലോയിന് ഒരു ഒബ്സ്ട്രക്ഷനും ഇല്ലാതെയാണ് അതിൻ്റെ മെഷർമെൻറ്റ് നടക്കുന്നത്. ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് ലീനിയർലി റിലേറ്റഡ് ടു ഇൻപുട്ട് ഫ്ലോ റേറ്റ്. അല്ല, ഔട്ട്പുട്ട് വോൾട്ടേജ് വെലോസിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ദ ഔട്ട്പുട്ട് ഈസ് അൺഅഫക്റ്റഡ് ബൈ ചേഞ്ചസ് ഇൻ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ലിക്വിഡ് സച്ച് ആസ് വിസ്കോസിറ്റി, പ്രഷർ, ടെമ്പറേച്ചർ. ഇതിനൊന്നും അഫക്റ്റ് ചെയ്യുന്നില്ല. വെലോസിറ്റിക്ക് മാത്രമാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ലിമിറ്റേഷൻ എന്താണ്? ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഹൈ ആണ്. എന്തുകൊണ്ടാണ്? നമ്മളുടെ സ്ലറീസിൻ്റെ പൈപ്പ് അനുസരിച്ച് നമ്മൾ മാഗ്നറ്റിക് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. കണ്ടക്ടിവിറ്റി എങ്ങനെയായിരിക്കണം? ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 10 മൈക്രോ ഓം പെർ മീറ്റർ ആണ്. അല്ലേ, കണ്ടക്റ്റിംഗ് ലിക്വിഡ് ആണെങ്കിലാണ് നമുക്കിത് മെത്തേഡ് ഇത് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 10th ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ എനി 3 ടൈപ്സ് ഓഫ് ഓസിലോസ്കോപ്പ് പ്രോബ്സ്. 3 ടൈപ്സ് പ്രോബ്സ് ആണ്. ഡയറക്റ്റ് പ്രോബ്, ഐസൊലേഷൻ പ്രോബ്, ഡിറ്റക്ടർ പ്രോബ്. ഓരോ പ്രോബിനെ കുറിച്ച് നമുക്ക് നോക്കാം. ദിസ് പ്രോബ് ഈസ് സിംപ്ലസ്റ്റ് ഓഫ് ഓൾ ദ പ്രോബ്സ്. ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്. ഷീൽഡഡ് കോയാക്സിയൽ കേബിളാണിത്. ഷീൽഡഡ്, ഇറ്റ് യൂസസ് എ ഷീൽഡഡ് കോയാക്സിയൽ കേബിൾ. ഇറ്റ് അവോയ്ഡ്സ് സ്ട്രേ പിക്കപ്സ് വിച്ച് മേ ക്രിയേറ്റ് പ്രോബ്ലംസ് വെൻ ലോ ലെവൽ സിഗ്നൽസ് മെഷർ ചെയ്യുമ്പോൾ ഉള്ള സ്ട്രേസ് ഒക്കെ പിക്കപ്പ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യും. അപ്പോൾ സിഗ്നൽസ് ക്ലാരിറ്റി ഉണ്ടാവും. ഇറ്റ് ഈസ് യൂഷ്വലി യൂസ്ഡ് ഫോർ ലോ ഫ്രീക്വൻസി ആൻഡ് ലോ ഇംപെഡൻസ് സർക്യൂട്ട്. എങ്ങനത്തെ സർക്യൂട്ടിലാണ് യൂസ് ചെയ്യുന്നത്? ലോ ഫ്രീക്വൻസി, ലോ ഇംപെഡൻസ് സർക്യൂട്ടിലെല്ലാം നമ്മൾ ഡയറക്റ്റ് പ്രോബാണ് യൂസ് ചെയ്യുന്നത്. ഹവർ ഇൻ യൂസിങ് ഷീൽഡഡ് പ്രോബ്സ് ദ ഷണ്ട് കപ്പാസിറ്റൻസ് ഓഫ് ദ പ്രോബും. ഷണ്ട് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് എപ്പോഴും ഷണ്ടായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ C1ഉം C2 ഉണ്ട്. ഇക്വലൻ്റ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C1 + C2 ആണ്. C ഇക്വലൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എന്താ പറ്റുന്നത്? കപ്പാസിറ്റൻസ് ഓഫ് ദ പ്രോബും കേബിളും, പ്രോബും കേബിളിൻ്റെയും, ഇത് കേബിളാണെങ്കിൽ ഇത് എന്താണ് പ്രോബാണെങ്കിൽ ആ 2 കപ്പാസിറ്റൻസും ഷണ്ടായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ആഡ് ചെയ്തിട്ടാണ് ഇൻപുട്ട് ഇമ്പിഡൻസിൽ വരുന്നത്. അപ്പം എന്താ സംഭവിക്കുന്നത്? ഈക്വലൻ്റ് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ കൂടുകയാണെങ്കിൽ ലോവർ ദ റെസ്പോൺസ് ഓഫ് ദ, നമുക്കറിയാം ഇമ്പിഡൻസ് XC = 1/2πfc ആണ്. ഹൈ ഫ്രീക്വൻസിയിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഹൈ ഫ്രീക്വൻസിയിൽ ലോ ഫ്രീക്വൻസിയിലും ലോ ഇമ്പിഡൻസിലുമാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ഇപ്പം ഇമ്പിഡൻസ് ലോ ആക്കണമെങ്കിൽ എന്താണ്, കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ കൂടുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഫ്രീക്വൻസിൻ്റെ വാല്യൂ നമുക്ക് കൂട്ടാൻ പറ്റില്ല. ഇത് ലോ ഫ്രീക്വൻസിയിലാണ് നമ്മൾ പറഞ്ഞു, ലോ ഫ്രീക്വൻസിയിലാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഇവിടെ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ കൂടണം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. capacity of the input impedance and capacity of the scope and act as lower the response of the oscilloscope to high impedance and high frequency. High ഫ്രീക്വൻസിയിലും ഹൈ ഇമ്പിഡൻസിലും അതിൻ്റെ റെസ്പോൺസ് കുറവായിരിക്കും. അപ്പോൾ എങ്ങനത്തേലായിരിക്കും യൂസ് ചെയ്യേണ്ടത്? ലോ ഫ്രീക്വൻസിയിലും ലോ ഇമ്പിഡൻസിലാണ്. അപ്പോൾ കപ്പാസിറ്റൻസ് ഇവിടെ കൂടണം. ആ കപ്പാസിറ്റൻസ് കൂടുന്നത് എങ്ങനെയാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഷണ്ട് കപ്പാസിറ്റൻസ് ഓഫ് ദ പ്രോബും കേബിളും ആഡ് ചെയ്തിട്ടാണ് ഇൻപുട്ട് ഇമ്പിഡൻസിൽ വരുന്നത്. അതാണ് ഇൻപുട്ട് കപ്പാസിറ്റൻസ്. ആ ഇക്വലൻ്റ് കപ്പാസിറ്റൻസ് ഇങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്. എപ്പോഴും 2 കപ്പാസിറ്റൻസ് പാരലി കണക്റ്റഡ് ആണെങ്കിൽ അതിൻ്റെ ഇക്വലൻ്റ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. അടുത്തതാണ് ഐസൊലേഷൻ പ്രോബ്. ഐസൊലേഷൻ പ്രോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഡിസൈറബിൾ ആയിട്ടുള്ള സർക്യൂട്ട് ലോഡിംഗ് എഫക്റ്റിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ്. in order to avoid the undesirable circuit loading effect. ഈ നേരത്തെ ഷീൽഡഡ് പ്രോബ്സിലുള്ള പ്രശ്നം നമ്മളിതിൽ ആ ഇഷ്യൂസ് ഇതിൽ അവോയ്ഡ് ചെയ്യും. ഐസൊലേഷൻ പ്രോബ് വിച്ച് ഈസ് യൂസ്ഡ് അലോങ് വിത്ത് കപ്പാസിറ്റീവ് വോൾട്ടേജ് ഡിവൈഡർ എന്ത് ചെയ്യും? ഇൻപുട്ട് കപ്പാസിറ്റൻസ് കുറക്കും. അങ്ങനെ എന്ത് പറ്റും? ഇൻപുട്ട് കപ്പാസിറ്റൻസ് ആൻഡ് ഇൻക്രീസ് ദി ഇൻപുട്ട് റെസിസ്റ്റൻസ്. കപ്പാസിറ്റൻസ് കുറയണ അനുസരിച്ച് എന്താ പറ്റുന്നത്? X = 1/2πfc ആണ്. കപ്പാസിറ്റൻസ് കുറയണ അനുസരിച്ച് ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ത് പറ്റും? കൂടും. ദിസ് വേ എന്ത് ചെയ്യും? ലോഡിംഗ് എഫക്റ്റ് കുറയും. ലോഡിംഗ് എഫക്റ്റ് കുറക്കണമെങ്കിൽ നമ്മുടെ ഇൻപുട്ട് ഇമ്പിഡൻസ് കൂട്ടണം. അതിനെന്ത് ചെയ്യും? കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ കുറക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ കൂടുമായിരുന്നു. ഇനി ഡിറ്റക്ടർ പ്രോബ്. വെൻ അനലൈസിങ് ദ റെസ്പോൺസ് ഓഫ് മോഡുലേറ്റഡ് സിഗ്നൽസ്, AM, FM, TV റിസീവേഴ്സ്, അവിടെ എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡിറ്റക്ടർ പ്രോബ്. ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മോഡുലേറ്റർ ക്യാരിഡ് ഈസ് ഡിസ്പ്ലേഡ് ഓൺ ഓസിലോസ്കോപ്പ് ബൈ റെക്ടിഫയിങ് ആൻഡ് ബൈപാസിങ് ആക്ഷൻ. ഇവിടെ റെക്ടിഫയിങ്ങും ബൈപാസിങ് ആക്ഷൻ കഴിഞ്ഞിട്ടാണ് ഓസിലോസ്കോപ്പിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. ദിസ് പെർമിറ്റ് ഓസിലോസ്കോപ്പ് capable of audio frequency response to perform signal tracing test on communication signal. അപ്പം ഈ AM, FM-ലെല്ലാം കമ്മ്യൂണിക്കേഷൻ സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ്സ് ഓഫ് മെഗാഹെർട്സ് റേഞ്ചിലാണ്. അപ്പോൾ ഈ ഒരു റേഞ്ചിലുള്ള സിഗ്നൽസാണ് നമുക്ക്
ഹൈ ഫ്രീക്വൻസി സിഗ്നൽസ് ആണ് ഇവിടെ വരുന്നത്. ആദ്യത്തേൽ ലോ ഫ്രീക്വൻസി ലോ ഇമ്പോർട്ടൻസും ആണെങ്കിൽ ഇവിടെ വരുന്നത് ഹൈ ഫ്രീക്വൻസിയാണ്. ഇവിടെ വരുന്നത് ഹൈ ഇൻപുട്ട് റെസിസ്റ്റൻസ് വേണം, ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് വേണം, എന്നാലാണ് ലോഡിംഗ് എഫക്റ്റ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ബിയോണ്ട് ദ കാപ്പബിലിറ്റീസ് ഓഫ് ഓസിലോസ്കോപ്പ് എക്സെപ്റ്റ് ദ ഹൈലി സ്പെഷ്യലൈസ്ഡ് വൺ. ഇതാണ് 3 ടൈപ്പ് പ്രോബ്സ്. 3 പ്രോബ്സും 3 ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് മൊഡ്യൂൾ 5-ലെ പാർട്ട് ബി ക്വസ്റ്റ്യൻസ് ആണ്. 19th ക്വസ്റ്റ്യനും 20th ക്വസ്റ്റ്യനും. അതിനകത്ത് 19th-ലെ എ പാർട്ട് എക്സ്പ്ലെയിൻ ദ ബേസിക് പ്രിൻസിപ്പിൾ ആൻഡ് വർക്കിംഗ് ഓഫ് LVDT. 6 മാർക്കിൻ്റെ ചോദ്യമാണ് LVDT-നെ കുറിച്ച്. ബി പാർട്ട് ചോദിച്ചിരിക്കുന്നത് ഡിജിറ്റൽ മൾട്ടിമീറ്ററും ക്ലാമ്പ് ഓൺ മീറ്ററിനെ കുറിച്ചും എഴുതാനാണ്. അത് 8 മാർക്കാണ്. അപ്പോൾ 4 ആയിട്ടായിരിക്കും ഡിവിഷൻ വരുന്നത്. 20th ക്വസ്റ്റ്യൻ വരുന്നത് ഹൗ സ്ട്രെയിൻ ഈസ് മെഷർഡ് യൂസിങ് സ്ട്രെയിൻ ഗേജ്. ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും. പിന്നെ CRO നീറ്റ് ബ്ലോക്ക് ഡയഗ്രാം വെച്ച് CRO കാഥോഡ് റേ ഓസിലോസ്കോപ്പും ഡിസ്ക്രൈബ് ദ ഫംഗ്ഷൻ ഓഫ് ഈച്ച് ബ്ലോക്ക് ഇൻ ഡീറ്റെയിൽ. അതൊരു 10 മാർക്കിൻ്റെ ചോദ്യമാണ്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 19th ക്വസ്റ്റ്യൻ ആണ്. 19th ക്വസ്റ്റ്യനിലെ എ പാർട്ട് എക്സ്പ്ലെയിൻ ദ ബേസിക് പ്രിൻസിപ്പിൾ ആൻഡ് വർക്കിംഗ് ഓഫ് LVDT. LVDT-യുടെ ഫുൾ ഫോം ആദ്യം എഴുതുക. ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ ആണ്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ നമുക്ക് ഈ സർക്യൂട്ട് ഡയഗ്രത്തിൽ നിന്ന് നോക്കാം. എന്താണുള്ളത്? ഒരു പ്രൈമറി വൈൻഡിങ് ഉണ്ട്, 2 സെക്കൻഡറി വൈൻഡിങ് ഉണ്ട്. അതെങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? സീരീസ് ഒപ്പോസിഷനിലാണ്. എന്താണ് സീരീസ് ഒപ്പോസിഷൻ? ഡയറക്റ്റ് സീരീസ് ആയിട്ട് അല്ല, ഇതിൻ്റെ ഡോട്ട് കണക്ഷൻ പൊളാരിറ്റിക്ക് അനുസരിച്ച് എന്താണ് കറണ്ട് എൻട്രി ചെയ്യാണ് ഡോട്ടിൽ കൂടിയെങ്കിൽ ഇവിടെ കറണ്ട് ലീവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ കണ്ടോ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ കറണ്ട് എങ്ങനെയാണ് ലീവ് ചെയ്യാണ് ഈ ഡോട്ടിലൂടെ, ഇവിടെ കറണ്ട് എൻട്രി ചെയ്യുകയാണ്. അതാണ് ഡിഫറൻസ് വരുന്നത്. നോക്കൂ, ഇവിടെ ഇങ്ങനെയാണെങ്കിൽ കറണ്ട് എൻട്രി ചെയ്യുന്നു ഈ ഡോട്ടിൽ കൂടി കറണ്ട് ലീവ് ചെയ്യുകയാണ്. അതാണ് സീരീസ് ഒപ്പോസിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടുത്തെ വോൾട്ടേജ് മൈനസ് ഇവിടുത്തെ വോൾട്ടേജ് ആയിരിക്കും കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ ഈ പൊളാരിറ്റി ഡോട്ട് പൊളാരിറ്റിക്കെല്ലാം പോസിറ്റീവ് ആണോ എടുക്കണമെങ്കിൽ ഇവിടെയും വരും പോസിറ്റീവ്. സോ ഇവിടെ വരുമ്പം +C1 -C2, ഇവിടെ പ്ലസ് ആകുമ്പോൾ ഇവിടെ മൈനസ്. സോ +C1 -C2 ആണ് ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ, അതാണ് സീരീസ് ഒപ്പോസിഷനിൽ, അതാണ് ഡിഫറൻഷ്യലി കണക്ട് ചെയ്യുന്നു എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സപ്ലൈ വോൾട്ടേജ് ഇവിടെ പ്ലസ് ആണെങ്കിൽ അതനുസരിച്ച് ഇവിടെയും പ്ലസ് വരും, ഇവിടെയും പ്ലസ് വരും. സോ +E1 കൊടുത്തു കഴിഞ്ഞാൽ E1 -E2 ആയിരിക്കും ഔട്ട്പുട്ട്. എന്നാണ് നമ്മുടെ ഇൻപുട്ട്. ഇനി എന്ത് ചെയ്യാണ്? ഇതിൻ്റെ ഇടയിൽ ഒരു കോർ വെച്ചിട്ടുണ്ട്. ഈ കോർ എങ്ങനെയാണ്? നൾ പൊസിഷനിലായിരിക്കും ഇരിക്കുന്നത്. നൾ പൊസിഷനിലാവുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഫ്ലക്സ് ലിങ്കിങ് 2 സെക്കൻഡറിയിൽ സെയിം ആയിരിക്കും. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആയിരിക്കും. ഇനി ലീനിയർലി നമ്മൾ ഇത് അപ്വേർഡോ ഡൗൺവേർഡോ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ച് ലിങ്കിങ് കൂടും. ഏത് ഡയറക്ഷനിലാണോ നമ്മൾ കോറ് മൂവ് ചെയ്യുന്നത് അവിടുത്തെ ഫ്ലക്സ് കൂടുതലും അവിടെ വോൾട്ടേജ് കൂടുതലും ആയിരിക്കും. ഫോർ എക്സാമ്പിൾ അപ്വേർഡാണ് മൂവ് ചെയ്യുന്നത് എങ്കിൽ ഇവിടെ E1 ആയിരിക്കും കൂടുതൽ. അപ്പോൾ എന്താ ഔട്ട്പുട്ട് വോൾട്ടേജ് ഒരു പോസിറ്റീവ് വാല്യൂ കാണിക്കും. താഴത്തോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിലോ E2 ആയിരിക്കും കൂടുതൽ, ഔട്ട്പുട്ട് വോൾട്ടേജ് നെഗറ്റീവ് ആയിരിക്കും. അപ്പം നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഗ്രാഫാണ് വരച്ചിരിക്കുന്നത്. ഔട്ട്പുട്ട് വോൾട്ടേജ് ഇതാണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡിൻ്റെ അതായത് മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് എന്ത് ചെയ്യും? ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ മാഗ്നിറ്റ്യൂഡ് പോസിറ്റീവും നെഗറ്റീവും ആയിട്ട് മാറുന്നുണ്ട്. 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസും ഇൻ ഫേസും ആയിട്ട് നമുക്ക് വോൾട്ടേജ് കിട്ടുന്നുണ്ട്. ഇനി വോൾട്ടേജിൻ്റെ വാല്യൂ മാറുന്നത് മൂവ് ചെയ്യുന്നത് എന്തോരമാണ് എന്നുള്ളതനുസരിച്ച് കൂടുതൽ മുകളിലേക്ക് മാറുമ്പോൾ കൂടുതൽ ഇവിടെ ആയിരിക്കും ലിങ്കിങ് വരണം. അപ്പോൾ E1 ആയിരിക്കും കൂടുതൽ. അപ്പം ആ ഡിഫറൻസ് വരുന്നത് അതനുസരിച്ച് കൂടുതലായിരിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് തിയറി ഒന്ന് നോക്കാം. The term LVDT stands for Linear Variable Differential Transformer. It is the most widely used inductive transducer that converts. Transducer എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനാണ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. അപ്പോൾ LVDT എന്താ ചെയ്യുന്നത്? ഒരു ലീനിയർ ആയിട്ടുള്ള മൂവ്മെൻറ്റിനെ വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് തരികയാണ്. അതാണ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ that converts linear motion into electrical signal. The output across secondary of its transformer is the differential. ഔട്ട്പുട്ട് എങ്ങനെയാണ്? ഡിഫറൻഷ്യൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ പേര് ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വെരി അക്യുറേറ്റ് ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ആസ് കമ്പയർഡ് ടു ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ആസ് കമ്പയർഡ് ടു അതർ ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ്. വളരെ അക്യുറേറ്റ് ആണ്. The transformer consists of a primary winding P and 2 secondary windings S1 and S2 wound on a cylindrical former.
ആ സിലിണ്ടറിക്കൽ ഫോർമർ എങ്ങനെയാണ്? ഹോളോ ഇൻ നേച്ചറാണ്. അതിൻ്റെ അകത്ത് എന്തുണ്ട്? കണ്ടെയ്ൻസ് എ കോറാണ്. ബോത്ത് സെക്കൻഡറി വൈൻഡിങ്സ് ഹാവ് ഈക്വൽ നമ്പർ ഓഫ് ടേൺസ് ആൻഡ് ആർ പ്ലേസ്ഡ് ഓൺ ഐദർ സൈഡ് ഓഫ് ദ പ്രൈമറി വൈൻഡിങ്. നമ്മൾ ആ ഫിഗറിൽ കണ്ടു. The primary winding is connected to an AC source which produces a flux in the air gap, and voltages are induced in the secondary windings. A movable soft iron core is placed inside the former and displacement to be measured is connected to the എന്തിൻ്റെയാണോ ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർ ചെയ്യേണ്ടത് അത് അയൺ കോറിൽ കണക്റ്റഡ് ആണ്. The iron core is generally of high permeability which helps in reducing harmonics and high sensitivity of LVDT. Iron core എങ്ങനെയായിരിക്കും? ഹൈ പെർമിയബിലിറ്റി ആണ്, നമുക്കറിയാം. മ്യൂവിൻ്റെ വാല്യൂ കൂടുതലാണ്, വിച്ച് ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് ഹാർമോണിക്സ് ആണ്. മാത്രമല്ല സെൻസിറ്റിവിറ്റിയും കൂടുതലായിരിക്കും. LVDT സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റിന് കൂടി വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുക. The LVDT is placed inside a stainless steel housing because it will provide electrostatic and electromagnetic shielding പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അൺവാണ്ടഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻ്റർഫറൻസ് ഉണ്ടാവാതിരിക്കാനാണ്. The both secondary windings are connected in such a way that the resulted output is the difference between the voltages of two windings. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. As the primary is connected to AC source, so alternating current and voltages are produced in the secondary of LVDT. The output S1-ലുള്ളത് E1 ഉം S2-ലുള്ള E2 ആണെങ്കിൽ നെറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ E1 - E2 ആണ്. നമ്മൾ ഈ ഒരു ഗ്രാഫും ഫിഗറും എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ എങ്ങനെയാണ്? നമ്മൾ ഓരോ കേസായിട്ട് എടുക്കുകയാണ്. കേസ് 1, when core is at null പൊസിഷനാകുമ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് ഒന്നുമില്ല. അപ്പോൾ എന്തായിരിക്കും? ഔട്ട്പുട്ട് വോൾട്ടേജ് E1 - E2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആയിരിക്കും. ഔട്ട്പുട്ട് വോൾട്ടേജ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് 0. സോ ഇറ്റ് ഷോസ് ദാറ്റ് നോ ഡിസ്പ്ലേസ്മെൻറ്റ് ടുക്ക് പ്ലേസ്. കേസ് 2 എന്താണ്? അപ്വേർഡ് മൂവ് ചെയ്യാണ്. നൾ പൊസിഷനിൽ നിന്ന് അപ്വേർഡാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ എന്താ? ഫ്ലക്സ് ലിങ്കിങ് എങ്ങനെയായിരിക്കും? S1-ലായിരിക്കും കൂടുതൽ. അപ്പോൾ എന്താ? E1 - E2 ഔട്ട്പുട്ട് വോൾട്ടേജ് ഒരു പോസിറ്റീവ് കിട്ടും. മറ്റേതാണെങ്കിലോ ഔട്ട്പുട്ട് വോൾട്ടേജ് നെഗറ്റീവ് ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ അതിൻ്റെ അകത്ത് 19th തന്നെ ബി പാർട്ടാണ്. റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ഡിജിറ്റൽ മൾട്ടിമീറ്റർ ആൻഡ് ക്ലാമ്പ് ഓൺ മീറ്റർ. ഡിജിറ്റൽ മൾട്ടിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഒരു ഫിഗർ. ഏകദേശം രീതിയിൽ നിങ്ങൾ ഓരോ ഏരിയാസ് കാണിക്കുക. AC വോൾട്ടേജ് ഇവിടെയാണ്, DC കറണ്ട് ഇങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്. പിന്നെ 3 പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. കണ്ടിന്യൂറ്റി പ്രോബ് കണക്ട് ചെയ്യാനുള്ള ഏരിയാസ്, ഓംസ് മെഷർ ചെയ്യുന്ന, അങ്ങനെ ഏതെല്ലാമാണ് മെഷർ ചെയ്യുന്നത് എന്നും ഇവിടെ ഒരു ഡിസ്പ്ലേ ഉണ്ടെന്നും ഡിജിറ്റൽ മൾട്ടിമീറ്ററിൻ്റെ ഒരു ഫിഗർ ഇങ്ങനെയാണെന്നും വരക്കുന്നത് നല്ലതായിരിക്കും. ഡിജിറ്റൽ മൾട്ടിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ടെസ്റ്റ് എക്യുപ്മെൻ്റ് ആണ്. സെവറൽ ഇലക്ട്രോണിക് മെഷർമെൻറ്റ്സ് ഒരു ടൂളിൽ തന്നെ നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. എന്തൊക്കെയാണ്? സ്റ്റാൻഡേർഡ് ആൻഡ് ബേസിക് മെഷർമെൻറ്റ്സ് എന്തൊക്കെയാണ്? ആംപിയേഴ്സ്, വോൾട്ടേജ് ആൻഡ് ഓംസ്. AVO മീറ്റേഴ്സ് എന്നും പറയും. അമ്മീറ്റർ, വോൾട്ട് മീറ്റർ, ഓം മീറ്റർ. പാർട്സ് ഓഫ് ഡിജിറ്റൽ മൾട്ടിമീറ്റർ എന്തൊക്കെയാണ്? ഒരു ഡിസ്പ്ലേ സ്ക്രീൻ നമുക്കുണ്ട്. ഇറ്റ് ഈസ് ഇലുമിനേറ്റഡ് ഡിസ്പ്ലേ സ്ക്രീൻ ആണ് ഫോർ ബെറ്റർ വിഷ്വലൈസേഷൻ. 5 ഡിജിറ്റ് ഡിസ്പ്ലേ ആണ് സ്ക്രീനിൽ കാണിക്കുന്നത്. ഒരെണ്ണം സൈൻ വാല്യൂ, ബാക്കി 4 എണ്ണം എന്താണ്? നമ്പറുമാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഡിസ്പ്ലേ. അടുത്ത എന്താണ്? സെലക്ഷൻ നോബ്. എന്താണ് നമ്മൾ മെഷർ ചെയ്യേണ്ടതെന്ന് ഈ സെലക്ഷൻ നോബിലാണ് മാറ്റുന്നത്. സെലക്ഷൻ നോബ്. എ സിംഗിൾ മൾട്ടിമീറ്റർ പെർഫോം സോ മെനി ടാസ്ക് ലൈക്ക് റീഡിംഗ് വോൾട്ടേജ്, റെസിസ്റ്റൻസ് ആൻഡ് കറണ്ട്. അപ്പോൾ സെലക്ഷൻ നോബ് എന്ത് ചെയ്യും? അലൗസ് ദി യൂസർ ടു സെലക്ട് ഡിഫറെൻറ്റ് ജോബ്. ഏത് ആണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് ഈ സെലക്ഷൻ നോബ് അനുസരിച്ച് മാറ്റിയിട്ട് കൊടുക്കുക. അതായിരിക്കും മെഷർ ചെയ്യുന്നത്. പോർട്ട്. ദർ ആർ 2 പോർട്ട്സ് ഓൺ ദ ഫ്രണ്ട് ഓഫ് ദി യൂണിറ്റ്. 1 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ AVO മില്ലി ആംപിയർ ആണെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. M മില്ലി ആംപിയർ വോൾട്ടേജ് ഓം പോർട്ട്. Which allows the measurement of all 3 units, current up to 200 milliampere, voltage and resistance. റെഡ് പ്രോബാണ് നമ്മൾ ഇവിടെ പ്ലഗ് ചെയ്യുന്നത്. ഇനി ഒരെണ്ണം അതാണ് കോമൺ പോർട്ടാണ്, വിച്ച് മീൻസ് കോമൺ ആൻഡ് ഈസ് നോർമലി കണക്റ്റഡ് ടു നെഗറ്റീവ് ഓഫ് ദ സർക്യൂട്ട്. അതാണ് ഇവിടെ ബ്ലാക്ക് പ്രോബായിരിക്കും നമ്മൾ ഇവിടെ കണക്ട് ചെയ്യുന്നത്. കോമൺ പോർട്ടിൽ ഇവിടെ COM എന്ന് എഴുതിയിട്ടുണ്ട്. കോമൺ പോർട്ടാണ്. അവിടെ എന്താണ് ബ്ലാക്ക് പ്രോബും ഇവിടെ പോസിറ്റീവിൽ നമ്മൾ റെഡുമാണ് കണക്ട് ചെയ്യുന്നത്. പിന്നെ ഒരു പോർട്ടും കൂടിയുണ്ട്, 10 ആംപിയർ പോർട്ട്. അത് ലാർജ് കറണ്ട് മെഷർ ചെയ്യാനുള്ളതാണ്. ഓക്കെ, 10 ആംപിയർ മാക്സ് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ,
ഇതാണ് അതിൻ്റെ ഒരു സെലക്ഷൻ പ്രോബ്. ഒരു റോട്ടറി സ്വിച്ച് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതനുസരിച്ച് നമ്മൾ മാറ്റി ഇട്ട് കൊടുക്കുക. കറണ്ടാണ്, AC കറണ്ട്, AC വോൾട്ടേജ്, DC വോൾട്ടേജ്, DC കറണ്ട്, റെസിസ്റ്റൻസ്. അപ്പം ഓരോന്നും കൺവേർട്ട് ചെയ്തിട്ട് റെക്ടിഫൈ ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്യാണ്. അനലോഗ് വോൾട്ടേജിനെ എന്താക്കും, ഡിജിറ്റലാക്കിയിട്ട് ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ കാണിക്കുകയാണ്. ഒരു ഇൻപുട്ട് പ്രോബ് ഇവിടെ കൊടുക്കുകയാണ്. ഇവിടെ ബ്ലാക്കും പോസിറ്റീവിൽ എന്താണ് കൊടുക്കുന്നത്, റെഡും. ഓക്കെ, ഈ 2 ഫിഗറും വരച്ച് ഇത്രയും തിയറി എഴുതിയാൽ മതിയാവും. അടുത്ത ക്ലാമ്പ് മീറ്ററാണ്. ക്ലാമ്പ് മീറ്ററിൻ്റെ ഫിഗർ ഇതാണ്. നമ്മൾ എന്ത് ചെയ്യും, ഏത് കറണ്ട് ക്യാരിങ് കണ്ടക്ടറാണോ അതിൻ്റെ കറണ്ടാണോ മെഷർ ചെയ്യേണ്ടത് അതിൻ്റെ അക്രോസ് നമ്മൾ ക്ലാമ്പ് ഓൺ മീറ്റർ ചെയ്യുന്നു. അപ്പം സെക്കൻഡറി വൈൻഡിങ്ങിന് പ്രൊപ്പോർഷനായിട്ട് നമുക്ക് ആംപിയർ അമ്മീറ്ററിൽ മെഷർ ചെയ്യാൻ പറ്റും. ഇതൊരു ജോ ആണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഓപ്പണും ക്ലോസും ചെയ്യുന്നത്. മൂവബിൾ ജോ മൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്. ക്ലാമ്പ് ഓൺ മീറ്റർ ഇസ് എ കറണ്ട് ട്രാൻസ്ഫോമർ ഡിവൈസ്. അപ്പോൾ അതെന്താണ് ചെയ്യുന്നത്, CT ആണ് അല്ലേ. CT എന്ന് പറഞ്ഞാൽ എന്താ, ഹൈ കറണ്ടിനെ ലോ കറണ്ടായിട്ട് കൺവേർട്ട് ചെയ്യും. ടു മെഷർ ഹൈ വാല്യൂ ഓഫ് കറണ്ട് വിത്തൗട്ട് ഡിസ്റ്റർബിങ് ദ സർക്യൂട്ട്. നമ്മൾ കണ്ടു, കറണ്ട് പോകുന്ന ആ ലൈനിന് ഒരു കണക്ഷനും ചേഞ്ച് ചെയ്യാതെ അതിന് അക്രോസ് നമ്മൾ കൊടുക്കുകയാണ്. ഇതാണ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. ഇങ്ങനെ കണക്ട് ചെയ്യുന്നു, നമ്മൾക്ക് റീഡിങ് കിട്ടുകയാണ്. അപ്പോൾ ആ സർക്യൂട്ടിനെ ഇൻ്റർഫിയർ ചെയ്യുന്നില്ല. ക്ലാമ്പ് മീറ്റർ ക്യാൻ ബി യൂസ്ഡ് ഇൻസ്റ്റൻറ്റേനിയസ്ലി ഫോർ മെഷർമെൻറ്റ് ഓഫ് കറണ്ട് വിത്ത് നോ ഫിസിക്കൽ കണക്ഷൻ വിത്ത് HV സർക്യൂട്ട്. ആ HV സർക്യൂട്ടിൽ ഒരു ഫിസിക്കൽ കണക്ഷനും ഇല്ല. ഇറ്റ് ഈസ് പോർട്ടബിൾ ആൻഡ് യൂസ്ഡ് ഇൻ HV or LV line current measurement. Its core can be opened with a trigger switch to accommodate the cable, wire, bus bar. ഏതിൻ്റെയാണോ മെഷർ ചെയ്യേണ്ടത് അത് അക്കോമഡേറ്റ് ചെയ്യാൻ നമുക്കൊരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് വെച്ച് സ്പ്ലിറ്റ് സ്വിച്ച് എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ആണ് നമ്മൾ കറണ്ട് മെഷർ ചെയ്യുന്നത്. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ക്ലാമ്പ് ഓൺ മീറ്റർ ഈസ് ജനറലി യൂസ്ഡ് ഫോർ HV ലൈൻ കറണ്ടിനാണ് യൂസ് ചെയ്യുന്നത്. അക്യുറസി 3% ഓഫ് ഫുൾ സ്കെയിലാണ്. Instrument can be operated by one hand. AC കറണ്ട് മാത്രമാണ് നമുക്ക് അതിൽ മെഷർ ചെയ്യുമ്പോൾ, കാരണം എന്താ, ട്രാൻസ്ഫോമർ ആക്ഷൻ ആണ് അതിലുള്ളത്. ഓക്കെ, ഇതാണ് എന്താണ് ക്ലാമ്പ് ഓൺ മീറ്റർ. ഹൗ സ്ട്രെയിൻ ഈസ് മെഷേർഡ് യൂസിങ് സ്ട്രെയിൻ ഗേജ്. 20th ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ പാർട്ടാണ് ഹൗ സ്ട്രെയിൻ ഈസ് മെഷേർഡ് യൂസിങ് സ്ട്രെയിൻ ഗേജ്. സ്ട്രെയിൻ ഗേജ് മെഷർ ചെയ്യുന്നത് നമ്മൾ വീസ്റ്റൻസ് ബ്രിഡ്ജ് പ്രൊവൈഡ് ചെയ്യുക. നോർമൽ കണ്ടീഷനിൽ ഇത് ബാലൻസ്ഡ് ആക്കുക എന്ന് പറഞ്ഞാൽ എന്താ, സപ്ലൈ വോൾട്ടേജ് കൊടുക്കുക. ഇതൊരു ഗാൽവനോമീറ്റർ ആണെങ്കിൽ ഈ ഗാൽവനോമീറ്റർ നൾ ഡിഫ്ലക്ഷൻ കാണിക്കും. ദെൻ സ്ട്രെയിൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടുത്തെ റെസിസ്റ്റൻസ് മാറുന്നു. ആ റെസിസ്റ്റൻസ് മാറുന്ന അനുസരിച്ച് എന്ത് പറ്റുന്നു, ഇവിടെ ഗാൽവനോമീറ്റർ നമ്മുടെ വീസ്റ്റൻസ് ബ്രിഡ്ജ് അൺബാലൻസ്ഡ് ആവുകയും അവിടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുകയോ വോൾട്ടേജ് മെഷർ ചെയ്യുകയോ ചെയ്യുന്നു ഗാൽവനോമീറ്റർ. അപ്പോൾ എന്ത് പറ്റുന്നു, നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് ബേസിക് പ്രിൻസിപ്പിൾ. എ സ്ട്രെയിൻ ഗേജ് ഈസ് എ റെസിസ്റ്റർ യൂസ്ഡ് ടു മെഷർ സ്ട്രെയിൻ ഓൺ ആൻ ഒബ്ജക്റ്റ്. When an external force is applied on an object due to which there is a deformation occurs in the shape of the object. Strain കാരണം ആ ഒബ്ജക്റ്റിൻ്റെ ഷേപ്പിന് ചേഞ്ച് വരുന്നു. This deformation in the shape is both compressive or tensile. രണ്ട് രീതിയിലുള്ളതാണ്, കംപ്രസീവ് ആകാം ടെൻസൈവ് ആകാം. And is measured by strain gauge. When an object deforms within the limit of elasticity, either it becomes narrower and longer or it becomes shorter and broadens. രണ്ട് രീതിയിലാവാം. വലിക്കുകയാണെങ്കിൽ എന്താ, വണ്ണം കുറഞ്ഞിട്ട് ലോങ്ങർ ആവാം. അതല്ല നമുക്ക് കംപ്രസ് ചെയ്യുകയാണെങ്കിൽ ഷോർട്ടറായിട്ട് ബോർഡൺ ആവാം. ആസ് എ റിസൾട്ട് ഓഫ് ഇറ്റ് ദർ ഇസ് എ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് എൻഡ് ടു എൻഡ്. ദ സ്ട്രെയിൻ ഗേജ് ഇസ് സെൻസിറ്റീവ് to that small changes occur in the geometry of an object. By measuring the change in resistance of an object, the amount of induced stress can be calculated. നേരത്തെ പറഞ്ഞിരുന്നു, അതിനനുസരിച്ച് റെസിസ്റ്റൻസ് മാറുന്നുണ്ട്. In this circuit, R1 and R3 are the ratio amps equal each other, and R2 is the rheostat amps and the value of the strain gauge resistance. When unstrained ആയിരിക്കുമ്പോൾ എന്താ, ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണ്. അപ്പോൾ എന്താ, ഗാൽവനോമീറ്റർ നൾ ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ വോൾട്ടിമീറ്റർ എന്താ, വാല്യൂ ഒന്നും കാണിക്കുന്നില്ല. ആസ് ദർ ഇസ് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഓഫ് സ്ട്രെയിൻ ഗേജ്, ദ ബ്രിഡ്ജ് ഗെറ്റ്സ് അൺബാലൻസ്ഡ് ആൻഡ് പ്രൊഡ്യൂസിങ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ദ വോൾട്ടിമീറ്റർ. The output voltage from the bridge can be amplified further by a differential amplifier. നമുക്ക് ആംപ്ലിഫയർ യൂസ് ചെയ്ത് ഈ വോൾട്ടേജ് നമുക്ക് പിന്നീട് കൂട്ടിയെടുത്തിട്ട് അതിനനുസരിച്ച് നമുക്ക് സ്ട്രെയിൻ കാൽക്കുലേറ്റ് ചെയ്തും എടുക്കാം. ഇതാണ് അതിൻ്റെ ഒരു ഫിഗർ. അതിൻ്റെ ബി പാർട്ടാണ്, 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ബ്ലോക്ക് ഡയഗ്രാം, കാഥോഡ് റേ ഓസിലോസ്കോപ്പിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം, അതിൻ്റെ ബ്ലോക്സ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓരോ ബ്ലോക്സും എക്സ്പ്ലെയിൻ ചെയ്യുക. കാഥോഡ് റേ ഓസിലോസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ്
വോൾട്ടേജ് വെച്ചാണ് ഫങ്ഷൻ ചെയ്യുന്നത്. പിന്നെ നമുക്കപ്പോൾ വോൾട്ടേജ് വെച്ചാണെങ്കിൽ വോൾട്ടേജ് ആണ് ഡിസ്പ്ലേ ചെയ്യുന്നെങ്കിലും അപ്പോൾ എന്താ അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആയിട്ടുള്ള സ്ട്രെയിൻ, കറണ്ട്, പ്രഷർ, ആക്സിലറേഷൻ എല്ലാം എന്ത് ചെയ്യണം, ഒരു ട്രാൻസ്ഡ്യൂസർ യൂസ് ചെയ്ത് വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഇറ്റ് ഈസ് ചേഞ്ച്ഡ് ഇൻ ടു വോൾട്ടേജ് യൂസിങ് എ ട്രാൻസ്ഡ്യൂസർ ആൻഡ് ഡിസ്പ്ലേ ഓൺ എ CR. ഇനി എങ്ങനെയാ ഇൻസ്ട്രുമെൻ്റ് എന്നാ ഒരു ലൂമിനസ് സ്പോട്ട് ഉണ്ട്. ആ ലൂമിനസ് സ്പോട്ടാണത് ഡിസ്പ്ലേയിൽ നമുക്ക് കാണിക്കുന്നത്. ദാറ്റ് റൊട്ടേറ്റ്സ് ഓൺ ദ ഡിസ്പ്ലേ റീജിയൻ ഇൻ റെസ്പോൺസ് ഓഫ് ആൻ ഇൻപുട്ട് വോൾട്ടേജ്. അപ്പോൾ നമ്മുടെ ആ വോൾട്ടേജിനനുസരിച്ച് ആ ലൂമിനസ് സ്പോട്ടിന് ചേഞ്ച് വരും. അതിനനുസരിച്ചാണ് നമുക്ക് ഡിസ്പ്ലേ കിട്ടുന്നത്. ദിസ് സ്റ്റൈലസ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്. ഈ ബീം ഓഫ് ലൈറ്റ് നമുക്ക് രണ്ട് രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാം, ഇലക്ട്രോമാഗ്നറ്റിക്കും ഇലക്ട്രോസ്റ്റാറ്റിക്കും ആണ്. ഇപ്പോൾ ഇവിടെ ഫ്ലൂറസൻ ഡിസ്പ്ലേ ആണ് ഉള്ളത്. ഇപ്പോൾ ഇലക്ട്രോൺ ബീം ചെന്ന് സ്ട്രൈക്ക് ചെയ്തിട്ടാണ് ആ ലൈറ്റ് നമുക്ക് കിട്ടുന്നത്. അതിനുള്ള ഒരു ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. കാഥോഡ് റേ ട്യൂബാണിത്. കാഥോഡ് റേ ട്യൂബിൽ എന്തൊക്കെയുണ്ട്? ഒരു ഇലക്ട്രോൺ ഗൺ അസംബ്ലി ഉണ്ട്, ഒരു കാഥോഡുണ്ട്, ഒരു ഹീറ്ററുണ്ട്, കാഥോഡുണ്ട്. അപ്പം എന്ത് ചെയ്യുന്നു, അവിടുന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നത് പ്രീ ആക്സിലറേറ്റിങ്ങും ഫോക്കസിങ്ങും. ഇത് പ്രീ ആക്സിലറേറ്റിംഗ്, ഇത് ആക്സിലറേറ്റിംഗ്, നടുക്കുള്ളതാണ് ഫോക്കസിങ്. ഓർത്ത് വെക്കുക, പ്രീ ആക്സിലറേറ്റിംഗും ഉണ്ട്, ആക്സിലറേറ്റിംഗ് ആനോഡും ഉണ്ട്, പിന്നെ ഒരു ഫോക്കസിങ് ആനോഡുണ്ട്. ഫോക്കസിങ് ആനോഡാണ് മിഡിൽ വരുന്നത്. പിന്നെ 2 ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ് ഉണ്ട്. വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് ഉണ്ട്, ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് ഉണ്ട്. അതിന് ശേഷമാണ് ഇവിടെ ഇലക്ട്രോൺ ബീം ഫോസ്ഫറസ് സ്ക്രീനിൽ ടച്ച് ചെയ്യുന്നത്. The instrument employs a cathode ray tube, which is the heart of oscilloscope. CRT ആണ് CROൻ്റെ ഒരു ഹാർട്ട് എന്ന് പറയുന്നത്. It generates the electron beam and accelerates the beam to high velocity and deflects the beam to create image and contains phosphor screen where electron beam eventually become visible. For accomplishing these tasks, various electrical signals and voltages are required, which are provided by power supply circuit of the oscilloscope. എന്താ, നമുക്ക് വോൾട്ടേജ് ഇൻപുട്ടിൽ വേണം. ആ വോൾട്ടേജ് പറഞ്ഞിരുന്നു ഏതെങ്കിലും ട്രാൻസ്ഡ്യൂസർ യൂസ് ചെയ്തിട്ട് വേണം കൺവേർട്ട് ചെയ്ത് നമ്മൾ CRTയുടെ ഇൻപുട്ടിൽ കൊടുക്കും. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇലക്ട്രോൺ ബീം പ്രൊവൈഡ് ചെയ്യും. ആ ഇലക്ട്രോൺ ബീമിനെ ആക്സിലറേറ്റ് ചെയ്ത് എന്താ ഡിഫ്ലക്ഷൻ പ്ലേറ്റിൽ കൂടി എല്ലാം പോയിട്ടാണ് ഫോസ്ഫർ സ്ക്രീനിൽ വരുന്നത്. ലോ വോൾട്ടേജ് സപ്ലൈ ഇസ് റിക്വയർഡ് ഫോർ ഹീറ്റർ ഓഫ് ദ ഇലക്ട്രോൺ ഗൺ. അപ്പോൾ ബീം ജനറേഷന് ലോ വോൾട്ടേജ് സപ്ലൈ മതി. ആൻഡ് ഇലക്ട്രോൺ ബീം ആൻഡ് ഹൈ വോൾട്ടേജ് ഓഫ് ദ ഫ്യൂ തൗസൻഡ് വോൾട്ട്സ് എവിടെ വേണം, ആക്സിലറേറ്റ് ചെയ്യാൻ നമുക്ക് ഹൈ വോൾട്ടേജ് വേണം. നോർമൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഫ്യൂ ഹൺഡ്രഡ്സ് ഓഫ് വോൾട്ടാണ്. അതർ കൺട്രോൾ സർക്യൂട്ടിനെല്ലാം നമ്മൾ നോർമൽ വോൾട്ടേജാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. CROയിൽ ഒരു CRT ഉണ്ട്, which is a heart of tube, and some additional circuit ഓപ്പറേഷനും വേണം. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ്? CRTയിലുള്ളത് ഇലക്ട്രോൺ ഗൺ അസംബ്ലി ഉണ്ട്, ഡിഫ്ലക്ഷൻ പ്ലേറ്റ് ഉണ്ട്, ഫ്ലൂറസൻ സ്ക്രീൻ ഉണ്ട്, ഗ്ലാസ് എൻവലപ്പ് ഉണ്ട്, പിന്നെ നമ്മൾ പുറത്ത് ആ ഒരു ബേസും കണ്ടു, ത്രൂ വിച്ച് ദ കണക്ഷൻസ് ആർ മെയ്ഡ് ടു വേരിയസ് പാർട്സ്. ഇനി സോഴ്സ് ഫോക്കസ് ചെയ്യുന്നത് ഇലക്ട്രോൺ ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഗൺ എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും, അതാണ് ബീം ആവുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആ ഇലക്ട്രോൺ ഗൺ അസംബ്ലിയിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഹീറ്റർ, കാഥോഡ്, ഗ്രിഡ്, പ്രീ ആക്സിലറേറ്റിംഗ്, ഫോക്കസിങ്, ആക്സിലറേറ്റിംഗ് ആനോഡ്. ഇത്രയും കൺസിസ്റ്റ് ചെയ്തിട്ടാണ് ഇലക്ട്രോൺ ഗൺ അസംബ്ലി എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺസ് ആർ എമിറ്റഡ് ഇൻഡയറക്ട്ലി ഹീറ്റഡ് കാഥോഡാണ്. എ ലെയർ ഓഫ് ബേരിയം ആൻഡ് സ്ട്രോൺഷ്യം ഈസ് ഡെപ്പോസിറ്റഡ് ഓൺ ദ എൻഡ് ഓഫ് ദ കാഥോഡ്. കാഥോഡിൻ്റെ എൻഡിൽ നമ്മൾ എന്ത് ചെയ്യും? ബേരിയം സ്ട്രോൺഷ്യം ലെയർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഹൈ എമിഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഇലക്ട്രോൺസ് നമ്മൾ കൺട്രോൾ ഗ്രിഡിൽ കൂടി പാസ് ചെയ്യും. എന്തിനാണ്? അതിൻ്റെ ഇൻറ്റൻസിറ്റി കൺട്രോൾ ചെയ്യാനാണ്. ആ ലൂമിനസ് സ്പോട്ടിൻ്റെ ഡിസ്പ്ലേ എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കാനാണ് കൺട്രോൾ ഗ്രിഡ്. കൺട്രോൾ ഗ്രിഡ് എന്ന് പറഞ്ഞാൽ ഒരു നിക്കൽ സിലിണ്ടറാണ്. അതിലൂടെയാണ് നമ്മളുടെ ഈ ഇലക്ട്രോൺ ബീം ഫ്ലോ ചെയ്യുന്നത്. ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രോൺ ബീം ഡിപ്പെൻഡ് അപ്പോൾ നമ്പർ ഓഫ് അല്ലേ, ആ ലൂമിനസ് സ്പോട്ടിൻ്റെ ഇൻറ്റൻസിറ്റി എങ്ങനെയായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്? എന്തോരം ഇലക്ട്രോൺസ് അവിടെ ഡിസ്പ്ലേ സ്ട്രൈക്ക് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അത് ഏതിലൂടെ പോകുന്നു? കൺട്രോൾ ഗ്രിഡിൽ കൂടി പോകുന്നു. അവിടെ കൂടുതൽ ഇലക്ട്രോൺസ് അക്സെപ്റ്റ് ആയി കഴിഞ്ഞാൽ ലൂമിനസ് സ്പോട്ട് ഡിം ആകും. അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ദ ഗ്രിഡ് വിച്ച് ഈസ് നെഗറ്റീവ് ബയസ് കൺട്രോൾ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എമിറ്റഡ് ഫ്രം കാഥോഡ്. കാഥോഡിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ് എന്തോരം ഡിസ്പ്ലേ ആവുന്നുണ്ട് എന്നറിയാൻ വേണ്ടി ഒരു നെഗറ്റീവ് ബയസ് കൺട്രോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹെൻസ് ഇൻറ്റൻസിറ്റി ഈസ് കൺട്രോൾഡ് ബൈ ദ ഗ്രിഡ്. ദ ഇലക്ട്രോൺസ് എമിറ്റഡ് ഫ്രം ദ കാഥോഡ് ആൻഡ് പാസിംഗ് ത്രൂ ദ ഹോൾ ഇൻ ദ കൺട്രോൾ ഗ്രിഡ്
അതെന്ത് ചെയ്യും? ആക്സിലറേറ്റ് ചെയ്യും. എവിടെയാണ്? ആക്സിലറേറ്റിംഗ് ആനോഡിലും പ്രീ ആക്സിലറേറ്റിങ്ങിലും പിന്നെ ആക്സിലറേറ്റിങ്ങിലും. പ്രീ ആക്സിലറേറ്റിംഗ് ആൻഡ് ആക്സിലറേറ്റിംഗ് ആനോഡിൽ എന്ത് ചെയ്യും? അത് സ്പീഡ് ആക്സിലറേറ്റ് ചെയ്യുകയാണ്. ആ ഇലക്ട്രോൺസിൻ്റെ സ്പീഡ് കൂട്ടുകയാണ്. ഇലക്ട്രോൺ ബീം ഈസ് ഫോക്കസ്ഡ്. ഫോക്കസ് ചെയ്യുന്ന ഏതാ? ഫോക്കസിങ് ആനോഡിലാണ്. പിന്നെന്താണ്? ആഫ്റ്റർ ലീവിങ് ദ ഫോക്കസിങ് ആനോഡ് ഇലക്ട്രോൺ ബീം ഏതിലൂടെയാണ്? വെർട്ടിക്കലും ഹൊറിസോണ്ടലും ഡിഫ്ലക്ഷൻ പ്ലേറ്റ് ഉണ്ട്. എന്തിനാണത്? വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിൽ പോകുമ്പോഴത്തേക്കും ആ ഇലക്ട്രോണിനെ വെർട്ടിക്കലി ഡിസ്പ്ലേ ചെയ്യും, വെർട്ടിക്കലി മൂവ് ചെയ്യും, ഡിഫ്ലക്റ്റ് ചെയ്യും. ഹൊറിസോണ്ടലി ആകുമ്പോഴോ ഹൊറിസോണ്ടലി അത് ഡിഫ്ലക്റ്റ് ചെയ്യും. നമ്മുടെ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. ഇപ്പോൾ ഇലക്ട്രോൺ ബീം നൾ പൊസിഷനിൽ ഇങ്ങനെ ഒരു സ്പോട്ടായിട്ടാണെങ്കിൽ പല വേവ്സ് ആകുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു വേവ് കിട്ടണമെങ്കിൽ ഹൊറിസോണ്ടലി മൂവ് ചെയ്യണം, വെർട്ടിക്കലി മൂവ് ചെയ്യണം. അതിനാണ് ഈ പ്ലേറ്റ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 2 ടൈപ്സ് ഓഫ് ഫോക്കസിംഗ് ഉണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക്കും ഉണ്ട്, ഇലക്ട്രോമാഗ്നറ്റിക്കും ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് മെത്തേഡാണ്, മാഗ്നറ്റിക് മെത്തേഡ് അല്ല. ഇനി ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ് ഉണ്ട്. പിന്നെ ഇലക്ട്രോൺ ബീംസ് സ്ട്രൈക്ക് ചെയ്യുന്ന അവിടെ എന്താണ് ഒരു വിസിബിൾ സ്പോട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെന്താ? സിഗ്നൽസ് ടു ബി വ്യൂഡ് ഈസ് അപ്ലൈഡ് ടു ദ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് ത്രൂ ഓക്കെ. ഇനി നമുക്ക് ബ്ലോക്ക് ഡയഗ്രാം നോക്കാം. ഇതാണ് അപ്പം CROൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. ഇതാണ് CRT, കാഥോഡ് റേ ട്യൂബ്. ഇവിടെയെല്ലാം ഈ ഒരു ഏരിയ ആണ് നേരത്തെ ഫിഗറിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ്? ഈ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്ക് ഉള്ള സപ്ലൈയിൽ ഹൊറിസോണ്ടൽ ഒരു ആംപ്ലിഫയറും ടൈം ബേസ്ഡ് ജനറേറ്ററും ട്രിഗർ സർക്യൂട്ടും ഉണ്ട്. വെർട്ടിക്കലിലോ ഒരു ഡിലേ ലൈനും വെർട്ടിക്കൽ ആംപ്ലിഫയറും ആണല്ലോ. ഇവിടെ ഒരു പവർ സപ്ലൈ കൊടുത്തിട്ട് അത് യൂണിറ്റിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇതിൽ വരുമ്പം ഈ ടൈം ബേസ്ഡ് ജനറേറ്ററും ട്രിഗർ സർക്യൂട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു സോ ടൂത്ത് വേവ് ഫോം ഇവിടെ പ്രൊവൈഡ് ചെയ്യും. എന്തിനാണെന്ന് വെച്ചാൽ ഈ സോ ടൂത്ത് വേവ് ഫോം വെച്ചിട്ടാണ് റീട്രേസ് അവോയ്ഡ് ചെയ്യുന്നത്. അതായത് നമ്മളുടെ ഒരു സിഗ്നലിൻ്റെ സ്റ്റാർട്ടിംഗ് പോർഷൻ മിസ്സാവുന്നില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. The signal to be viewed is supplied to the vertical deflection plate through vertical amplifier, which raises the potential of the input signal and provide usable deflection. Vertical deflection plate vertical ആയിട്ടുള്ള ഡിഫ്ലക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇലക്ട്രോൺ ബീംസ് 2 ഡിഫ്ലക്ഷനാണുള്ളത്. എക്സ് ആക്സിസിലും വൈ ആക്സിസിലുമാണ് നമുക്ക് ഡിഫ്ലക്റ്റ് ചെയ്യേണ്ടത്. ട്രിഗർ സർക്യൂട്ട് എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? എക്സ് ആക്സിസിലാണ്. For synchronizing 2 types of deflection so that horizontal deflection starts at the same point of the input vertical signal. കണ്ടോ? അതായത് നമ്മുടെ ഇൻപുട്ടിൽ നമ്മൾ കൊടുക്കുന്ന അനുസരിച്ച് ഒരു വേവ് ഫോം ഇങ്ങനെ CROയിൽ ഡിസ്പ്ലേ ചെയ്യുമ്പം സെയിം പോയിന്റിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്നറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്വീപ്പ് വോൾട്ടേജ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ദ ഫ്രണ്ട് ഓഫ് CRT ആണ് ഫേസ് പ്ലേറ്റ്. ഇന്റേണൽ സർഫസ് ഓഫ് ഫേസ് പ്ലേറ്റ് എന്ത് ചെയ്യുന്നു? ഫോസ്ഫർ കോട്ട് ചെയ്തിട്ടുണ്ട്. ഫോസ്ഫർ കൺവേർട്ട് ചെയ്യുന്ന എന്താ? ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഇലക്ട്രോൺസ് സ്ട്രൈക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിനെന്ത് ചെയ്യും? ലൈറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. എനർജി ലെവൽ ഓഫ് ദ ഫോസ്ഫർ ക്രിസ്റ്റൽ raises the electron beam strike on it. The light which is emitted through phosphor excited is called the fluorescence. When electron beams stop, the phosphor crystal regain their original. Most of the CRO application involve measurement or display of a quantity which varies with the respect to time. ഇതാണ് ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. ഈ ബ്ലോക്ക് ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യുക. മെയിനായിട്ട് CRT ആണ് ഇമ്പോർട്ടൻറ്റ്. CRTനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. നേരത്തെ പറഞ്ഞിരുന്ന ആ ഒരു സോ ടൂത്ത് വേവ് ഫോം ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദിസ് റിക്വയർസ് ദ CRT spot move across the screen from left to right with a constant velocity in order that the beam deflects linearly from left to right. X plate left to right മൂവ് ചെയ്യണം. അതിന് എന്ത് ചെയ്യും? ടൈം ബേസ്ഡ് ജനറേറ്റർ ഒരു സ്വീപ്പ് വോൾട്ടേജ് ഇല്ലെങ്കിൽ ഒരു സോ ടൂത്ത് വേവ് ഫോം ജനറേറ്റ് ചെയ്യും. ഔട്ട്പുട്ട് ഓഫ് ദ സ്വീപ്പ് ജനറേറ്റർ ആണ് സ്വീപ്പ് വോൾട്ടേജ്. This voltage starting from initial value increases linearly with the time to a maximum value, after which it returns to initial value. ഇതിന് പറയുന്നത് സ്വീപ്പ് ടൈം എന്നും റീട്രേസ് ടൈം എന്നുമാണ്. ഓക്കെ, അപ്പോൾ ബി പാർട്ടും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
സ്വീപ്പ് ടൈമും റീട്രേസ് ടൈമും ആണുള്ളത്. ഈ ഒരു സിഗ്നൽ എന്തിനാണ്, നമ്മളുടെ ഇൻപുട്ട് സിഗ്നലിൻ്റെ ഇൻപുട്ട് എലിമിനേറ്റ് ആയിട്ടില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അങ്ങനെ മൊഡ്യൂൾ 5 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. താങ്ക് യു.